സൂരജ് സജി അതിരപ്പള്ളിയിൽ നിന്ന് ഒരു കാര്യം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഈ ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോണ്ടായ ഒരു മുറിവാണ് ഈ നമ്മുടെ ഈ അതിരപ്പള്ളിയിൽ ഇപ്പോൾ ചികിത്സയിലിരിക്കുന്ന ആനയുടെ മസ്തകത്തിലുള്ളത്. അല്ലാതെ ഭാഗങ്ങളൊന്നും ഇല്ല. ആനയുടെ മുറിവിലെ പഴുപ്പ് ഇപ്പം നീക്കം ചെയ്യുകയാണ്. നേരത്തെ വിചാരിച്ചത് ഏതോ ആനയ്ക്ക് വെടിയേറ്റോ മസ്തകത്തിൽ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. സൂരജ് സജി ടെലിഫോണിലുണ്ട്. സൂരജ് സജി, വിവരങ്ങൾ എന്താണ്, പറയും. നേരിട്ട് സൂരജ് വരുന്നുണ്ട്. പറയൂ സൂരജ്, ഈ യഥാർത്ഥത്തിൽ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു മനസ്സിലായി. അപ്പോൾ വെടിയേറ്റതോ അങ്ങനെയുള്ള മുറിവുകളൊന്നും അല്ല എന്ന് വ്യക്തമായി അല്ലേ? എസ്കെൻ, ആനകൾ ഇത് കൊമ്പ് കോർക്കുമ്പോൾ ഉണ്ടായ മുറിവാണ് എന്ന നിഗമനത്തിലേക്ക് തന്നെ ഇപ്പോൾ വനംവകുപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് രണ്ട് സാധ്യതകളായിരുന്നു ആദ്യം മുതൽ വനംവകുപ്പ് ഇതിൽ കൽപ്പിച്ചിരുന്ന. ഒന്നുകിൽ ആനയ്ക്ക് വെടിയേറ്റതാകാം, പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളി മേഖലയിൽ ഈ പ്ലാന്റേഷനിലേക്ക് അടക്കം ആന കടന്നു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വെടിയേൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. രണ്ടാമതുണ്ടായിരുന്ന ആനകൾ കുത്തുകൂടുമ്പോൾ ഉണ്ടാകുന്ന മുറിവ്, അതിൽ കുത്തുകൂടുമ്പോൾ ഉണ്ടായ മുറിവാണ് ഇപ്പോൾ ആനയ്ക്കുള്ളത് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. ലോകഭാഗങ്ങളൊന്നും തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ആനയുടെ മുറിവ് ആഴത്തിലുള്ളതാണ് എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ പരിശോധനയിൽ ആനയുടെ മുറിവിലെ പഴുപ്പടക്കം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രമുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുക. എസ് കെ.